Hello dear friends, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാലാടയുടെ റെസിപ്പി ആയിട്ടാണ്. കഴിഞ്ഞ ദിവസം ഫിഷ് മപ്പാസിന്റെ വീഡിയോ ഇട്ടിരുന്നപ്പോൾ അതിനകത്ത് പാലാടയുടെ കൂടെ കഴിക്കാൻ നല്ല കോമ്പിനേഷൻ ആണെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സ് റിക്വസ്റ്റ് ചെയ്തു പാലാടയുടെ റെസിപ്പി ഇടണമെന്ന്. അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ പാലാട വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡാണ്. പണ്ട് കാലത്ത് ഉമ്മമാരൊക്കെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ഈ പാലാട. ഓരോ സ്ഥലത്തും ഓരോ പേരാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പാലാട എന്നാണ് പറയുന്നത്. ഇന്ന് ഞാൻ രണ്ട് തരത്തിലാണ് പാലാട ഉണ്ടാക്കുന്നത് കാണിക്കാൻ പോകുന്നത്. ഒന്ന് നമ്മൾ തന്നെ സ്വീറ്റ് ആയിട്ടുള്ളൊരു പാലാടയും, ഒന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം മപ്പാസിൻ്റെ കൂടെ കാണിച്ചില്ലേ ആ സെയിം പാലാടയാണ് കാണിക്കാൻ പോകുന്നത്. ഇത് നല്ല മധുരമുള്ള പാലാടയാണ്. നല്ല അകത്ത് നല്ല ജ്യൂസി ആയിട്ടിരിക്കും, ഭയങ്കര ടേസ്റ്റാണ്. സ്നാക്കായിട്ട് കഴിക്കാൻ വളരെ നല്ലതാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാനും നല്ലതാണ്. പെട്ടെന്നൊരു ഗസ്റ്റ് വരുമ്പോൾ കൊടുക്കാൻ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്നതാണ്. ഇതിനായിട്ട് ഞാൻ 1 കപ്പ് മൈദ, 1 കോഴിമുട്ട, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഇത് കലക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം. ചിലർ തേങ്ങാപ്പാലിലും കലക്കാറുണ്ട്, പക്ഷേ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. വെള്ളത്തിൽ കലക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ്. ഫസ്റ്റ് നമ്മൾ മധുരം ഇല്ലാത്ത കറിയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന പാലാടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പോൾ പറഞ്ഞത്. രണ്ടാമത് നമ്മൾ മധുരമുള്ള പാലാട ഉണ്ടാക്കുന്നുണ്ട്. അതിന് നമ്മൾ സെയിം ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ്. അതിൻ്റെ കൂടെ 2 നുള്ള് ഏലക്കാപ്പൊടിയോട് ചേർക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മധുരമില്ലാത്ത പാലാട ഉണ്ടാക്കാം. നമ്മുടെ ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഒരു ബൗൾ എടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഈ മിക്സിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഈ 1 കപ്പ് മാവിലേക്ക് 1 കോഴിമുട്ട കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നോർമൽ വാട്ടർ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മളുടെ ബാറ്റർ നല്ല ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കണം. അപ്പോൾ നമുക്ക് കുറച്ചധികം വെള്ളം ചേർക്കണം. കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യാനായിട്ട് ഇതുപോലൊരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്യാന്നുണ്ടെങ്കിൽ ഫാസ്റ്റായിട്ട് മിക്സായി കിട്ടും. ഇല്ലെങ്കിൽ ഒരു ഫോർക്കോ സ്പൂണോ ആയിട്ട് വെച്ചിട്ട് മിക്സ് ചെയ്യാം. അല്ലെങ്കിൽ മിക്സിയിൽ വേണമെങ്കിൽ അടിച്ചിട്ടും എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് കട്ടിയായിട്ടിരിക്കുകയാണ്, നല്ല ലൂസാവണം. ഇപ്പം മാവ് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്, കണ്ടോ, നല്ല ലൂസായിട്ടുണ്ട്. നമ്മൾ ഈ വിസ്ക് ഇങ്ങനെ പൊക്കിയെടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ ഒട്ടലുണ്ടാവരുത്, നല്ല ലൂസായിട്ടിരിക്കുക. ഇത് കണ്ടില്ലേ, ഇതുപോലെ നല്ല വെള്ളം പോലെ ഇരിക്കണം. അപ്പത്തിൻ്റെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഒന്നുമല്ല, അതിലും ലൂസായിട്ടിരിക്കുക. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാനായിട്ട് വെക്കാം. ചീനച്ചട്ടിയിൽ വേണമെങ്കിൽ ഇത് ചുട്ടെടുക്കാം. ചീനച്ചട്ടിയിലേക്കാളും നമുക്ക് കുറച്ചുകൂടി ഈസി ഇങ്ങനെ നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള പാനായിരിക്കും. അപ്പം നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും പാനിലേക്ക് 2 തവി മാവ് ഒഴിച്ചു കൊടുക്കുക. ആദ്യം ഒരു തവി ഇതുപോലെ ഒഴിക്കുക, എന്നിട്ട് വീണ്ടും വീഴാത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ പാൻ ഒന്ന് കറക്കി കൊടുത്താൽ മതി, എല്ലാ ഭാഗത്തും ഒരുപോലെ ആയി കിട്ടും. ഇനി ഒരു സൈഡിൽ നിന്ന് മുരിഞ്ഞു വരുന്ന സമയത്ത് മുകളിൽ നമുക്ക് കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചിട്ട് തടവി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ സൈഡൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇങ്ങനെ ചെറിയ ബബിൾസ് പോലെ ഇങ്ങനെ വരും. ആ സമയത്ത് നമ്മളുടെ ഈ ഒരു പാലാട പാകമായി എന്നുള്ളതാണ്. ഇനി നമുക്കിതൊന്ന് തിരിച്ചു വെച്ചതിന് ശേഷം നമുക്ക് 4ആയിട്ടൊന്ന് മടക്കിയെടുക്കണം. ഇതേ രീതിയിൽ ആദ്യം ഒരു മടക്കുക, വീണ്ടും ഇതിനൊന്നും കൂടെ മടക്കിയെടുക്കുക. ചിലർ റോളായിട്ടൊക്കെ എടുക്കും, പിന്നെ ആ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ എടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. എങ്കിലും ഒരു ട്രഡീഷണലായിട്ട് ഈ ഒരു രീതിയിൽ തന്നെയാണ് പണ്ട് മുതലേ ചെയ്യുന്നത്. ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ള മാവ് കൂടി ചുട്ടെടുക്കാം. അപ്പോൾ 1 കപ്പ് മാവിന് ഏകദേശം 4 മുതൽ 5 വരെ ഒരു പാലാട ചുട്ടെടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ ഈ ഒരു കപ്പിൽ നിന്ന് ഞാൻ 4 പാലാട ചുട്ടെടുത്തിട്ടുണ്ട്. ഈ പാലാട സ്റ്റ്യൂവിൻ്റെ കൂടെയും മപ്പാസിൻ്റെ കൂടെ ഭയങ്കര നല്ലൊരു കോമ്പിനേഷനാണ്. ഇപ്പോൾ ഈസ്റ്ററൊക്കെ വരുമല്ലേ, തീർച്ചയായിട്ടും അപ്പം ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ ഈ ഒരു പാലാട കൂടി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റാണ് സ്റ്റ്യൂവിൻ്റെ കൂടെ, ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. അടുത്തായിട്ട് നമുക്ക് മധുരമുള്ള പാലാട ചുട്ടെടുക്കാം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആ ബാറ്ററിലേക്ക് ഞാൻ 2 നുള്ള് ഏലക്കാപ്പൊടി ഇട്ടെന്നേ ഉള്ളൂ. ഇതേ രീതിയിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കാം. ഇനി ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മധുരമൊക്കെ ആഡ് ചെയ്യുന്നത്.
ഇതുപോലെ രണ്ട് വശം ഒന്ന് മൊരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഒരു സൈഡിലായിട്ട് ഇട്ട് കൊടുക്കുക. ഒരു സൈഡിലിടാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് ആ പഞ്ചസാര ഇട്ട ഭാഗത്തേക്ക് കുറച്ച് നെയ്യ് കൂടി ഒരു 1/2 ടീസ്പൂണോളം നെയ്യ് കൂടി ചേർത്തിട്ട് നമ്മൾ മടക്കിയെടുക്കുക. നേരത്തെ പോലെ തന്നെ മടക്കിയെടുക്കുക. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ മധുരം ആഡ് ചെയ്യുമ്പോൾ ഇതേപോലെ മടക്കി വരുമ്പോഴത്തേക്ക് നമുക്ക് കടിക്കുമ്പോൾ എല്ലാ സ്ഥലത്തും നല്ല മധുരം ഫീൽ ചെയ്യും. നല്ല ടേസ്റ്റാണിത്. വളരെ ഇങ്ങനെ ജ്യൂസി ആയിട്ടിരിക്കുകയായിരിക്കും അകം ആ നെയ്യൊക്കെ ചേർന്നിട്ട്. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ, അന്നേരം കുട്ടികളൊക്കെ വീട്ടിലുള്ളപ്പോൾ ഇടയ്ക്ക് ഇതുപോലെയുള്ള സ്നാക്കുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ള മാവ് കൂടി ചുട്ടെടുക്കാം. ഇത് ഞാനൊരു 3 എണ്ണം കൂടി ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റുമാണ്, അതുപോലെ എളുപ്പവുമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മാവൊന്നും അരച്ച് വെച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ പാലാടകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തണം. അപ്പോൾ ഈസ്റ്ററൊക്കെ വരുവാണ്. ഈസ്റ്ററിൻ്റെ കൂടെ നമ്മൾ അപ്പം ഒരു പ്രധാന ഐറ്റമാണ്. അപ്പത്തിൻ്റെ കൂടെ നമുക്ക് പാലാടയും കൂടെ ചുട്ടെടുക്കാന്നുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ആയിരിക്കും. ഫംഗ്ഷനൊക്കെ നടക്കുമ്പോൾ നമുക്ക് പൊറോട്ടയൊക്കെ എടുക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു പാലാടയും കൂടി എടുക്കാമെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ സേഫായിട്ടിരിക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.